വർഷം 2025 ഒരു മെയ് മാസ പുലരിയിൽ ലണ്ടനിലെ ഒരു വിമാനം ആകാശത്തിന്റെ നീലമയെ കീറി മുറിച്ചുകൊണ്ട് ചീറിപ്പായുന്നു. ഫ്ലൈറ്റിനുള്ളിലുള്ള വിമാനത്തിനകത്തിരിക്കുന്നവരെല്ലാം സുഖമായ നിദ്രയിലായിരുന്നു. പെട്ടെന്നാണ് ഒരാൾ എഴുന്നേറ്റ് ആക്രോശിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്. അയാൾ എന്താ പറഞ്ഞെന്ന് നമുക്ക് നോക്കാം. അയാൾ എന്താ പറയുന്നറിയോ? ഈ വിമാനം ഞാൻ ബോംബിട്ട് തകർക്കും, ട്രംപിനെ ഞാൻ കൊല്ലും, അമേരിക്കയെ ഞാൻ തകർക്കും, അല്ലാഹു അക്ബർ എന്നൊക്കെയാണ് ഇയാൾ വിളിച്ചു പറയുന്നത്. ജനങ്ങളെല്ലാം പേടിച്ചു പോയി. എന്താണ് ഈ നടക്കുന്നത്? എന്താണിത്? ഈ വിമാനത്തിനകത്തേക്ക് ഒരു തീവ്രവാദി കയറിയിരിക്കുന്നു. അങ്ങനെ ജനങ്ങളെ പേടിച്ച് വിറച്ചിരിക്കുന്ന സമയത്താണ് ധൈര്യസമേതം ഒരു കൂട്ടം ചെറുപ്പക്കാർ മുന്നോട്ട് വന്നുകൊണ്ട് അയാളെ പിടിച്ച് കെട്ടിയിട്ടു. എന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ആയപ്പോൾ ഇയാൾ അവിടുത്തെ സെക്യൂരിറ്റിക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ വിശുദ്ധമായ ചോദ്യം ചെയ്യൽ ഇയാളുടെ പേര് അഭയദത്ത്. നമ്പർ സംഖ്യയാണ് ഇയാളോട് ചോദിച്ചു, എന്തിനാണ് താങ്കൾ മുസ്ലിമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, മുസ്ലിമിനോട് എനിക്ക് അടങ്ങാത്ത വെറുപ്പാണ്, മുസ്ലിം മതത്തോട് എനിക്ക് അടങ്ങാത്ത വെറുപ്പാണ്, അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അമേരിക്കയിൽ ട്രംപിനെ കുറിച്ചും അമേരിക്കയെക്കുറിച്ചും ഇങ്ങനെ ഞാൻ പറഞ്ഞത്. അതിലൂടെ അമേരിക്കയ്ക്ക് ഇസ്ലാമിസ്റ്റുകളോട് വൈരാഗ്യം വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നോക്കണം ഫ്രണ്ട്സ്, 2014 ശേഷം ഇതുപോലത്തെ ആൾക്കാർ ഒരുപാട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ഇന്ത്യയിൽ. ഇതെല്ലാം എന്ത് തരം രോഗമാണ്? ഈ രോഗത്തിന് ഒരു മരുന്നേ ഉള്ളൂ, വെടിവെച്ച് കൊല്ലുകമാരെ. ഇവന്മാരാണ് യഥാർത്ഥ തീവ്രവാദം.